ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ബീട്രൂട്ട് വെച്ചിരുന്നൊരു ഹലുവ ഉണ്ടാക്കാം. വായോ, എങ്ങനെയാ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം പാൻ ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് എടുത്ത് ഒഴിക്കാം. ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നേ. ഇത് ഞാൻ റീസെന്റ് ആയിട്ട് ഒരു ഹോട്ടലിൽ പോയപ്പോൾ കഴിച്ചതാണേ. അപ്പൊ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത്. എന്നാൽ ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഒന്ന് ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നെയ്യ് ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. മുന്തിരി ഉള്ളവര് മുന്തിരിയും കൂടി ഇടുക. ഇപ്പൊ എന്റെ കയ്യിൽ മുന്തിരി ഇല്ല, അതുകൊണ്ട് ഞാൻ കാഷ്യൂ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടോ. കാഷ്യൂ നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇതേ നെയ്യിൽ തന്നെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബീട്രൂട്ട് നിങ്ങൾക്ക് തുരുവി ചേർത്ത് കൊടുക്കാം, അല്ലെ മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ മിക്സിയിലിട്ട് അടിച്ച് കൊടുക്കുക. ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതൊന്ന് നല്ല കട്ടിയായിട്ട് വരട്ടെ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് കട്ടിയായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് ഷുഗർ കൂടി ഇട്ട് കൊടുക്കും. ഷുഗറോ ജാഗ്രി പൗഡറോ എന്താണ് നമുക്ക് വീട്ടിലുള്ളത് അതിട്ട് കൊടുക്കാം. നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്യ്, കാഷ്യൂ, മുന്തിരി, പാല്, പഞ്ചസാര ഇതൊക്കെയാണ് ആവശ്യം. അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇത്രയും സാധനം വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ബീട്രൂട്ട് ഹലുവ ഉണ്ടാക്കാൻ പറ്റും. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ക്യാരറ്റ് വെച്ച് ഇതുപോലെ തന്നെ ക്യാരറ്റ് തുരുവി നെയ്യ് ഒഴിച്ച് ഇതേ ഇതില് ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കാം. എന്നിട്ട് ഇത് എങ്ങനെ കഴിക്കണമെന്ന് വെച്ചാൽ നല്ല ഐസ്ക്രീം, നല്ല കട്ടിയുള്ള വാനില ഐസ്ക്രീമോ അല്ലെ ഏത് ഫ്ലേവർ ആണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഫ്ലേവറുള്ള ഐസ്ക്രീം വെച്ച് ഈ ബീട്രൂട്ട് ഹലുവ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല സ്വാദാണ്. ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1 സ്പൂൺ നെയ്യ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം, ഒന്ന് നന്നായിട്ട് കട്ടിയായിട്ട് വരണം. അതുവരെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അടുത്തത് ഞാൻ ഷുഗർ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാൻ വൈറ്റ് ഷുഗർ അല്ല, ജാഗ്രി പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗറോ ജാഗ്രി പൗഡറോ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും വെള്ളം മുഴുവനായിട്ട് വറ്റുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇനി ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. ഇത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാലൂടെ വറ്റി ഇതൊന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഹലുവ റെഡിയായി. അപ്പൊ ഞാൻ കാഷ്യൂ ഒന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കാണ്. രണ്ടായിട്ട് വെറുതെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുക. അപ്പൊ ഇത് കഴിക്കുമ്പോഴേ നമ്മൾ കാഷ്യൂവും മുന്തിരിയും ഒക്കെ ഒന്ന് കഴിക്കുമ്പോഴത്തേനും അതിന്റെ ഒരു കടി കൊള്ളുമ്പോൾ അതിന്റെ ടേസ്റ്റ് തന്നെ നല്ല രുചിയാ. ബീട്രൂട്ട് ഹലുവ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ വെള്ളം എല്ലാം വിട്ട് നല്ല തിക്കായി. ഇനി ഇച്ചിരി നെയ്യ് കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 സ്പൂൺ മതിയാവും. ഓൾറെഡി നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തത് കാരണം 1/2 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു. കൂട്ടത്തില് നമ്മൾ കാഷ്യൂ വറുത്ത് വെച്ചതുകൂടി ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് വിടാം. ഇത് അത്രേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ട് ഹലുവ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കാഷ്യൂ ഒക്കെ കൂടി ഇങ്ങനെ മിക്സ് ആയി കിടക്കുന്ന കാണാൻ ഒരു രസമുണ്ട്. ഇനി ഇതെങ്ങനെ കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഐസ്ക്രീം ഞാൻ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഐസ്ക്രീം ഒരു സൈഡില്, ബീട്രൂട്ട് ഹലുവ ഒരു സൈഡില്. ഐസ്ക്രീം എടുത്തു, അത് ഈ ബീട്രൂട്ട് ഹലുവയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ ഈ ബീട്രൂട്ട് ഹലുവയുടെ ചൂടും ഐസ്ക്രീമിന്റെ തണുപ്പും ഒക്കെ ചേർന്നിട്ട് ഇത് നല്ല രുചി വരും. ഇനി നമ്മളിത്
നല്ല രുചിയുണ്ട്. നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.